സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട്ടുപകരണങ്ങളെല്ലാം പുതുതായി വാങ്ങുന്നത് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തകർന്നടിഞ്ഞ വീടുകളിൽ നിന്ന് കേടുപാടുകൾ പറ്റാത്ത സാധനങ്ങൾ ശേഖരിക്കുകയാണ് മുണ്ടക്കയിലെ ദുരന്തബാധിതർ. വാടക വീടുകളിലേക്ക് മാറുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന ചിന്തയിലാണ് പലരും വീടിനകം അരിച്ചു പെറുക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് അൽ അമീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചുരൽമലയിലും മുണ്ടക്കയിലേക്ക് ദുരന്തം നടന്നിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. വീടുകൾ പലതും നശിച്ചു, പല വീട്ടുപകരണങ്ങൾ നശിച്ചു, പലരുടെയും ജീവനോപാധികളൊക്കെ തന്നെ നഷ്ടമാവുകയും ചെയ്തു. ഈ 2 ആഴ്ച പിന്നിടുമ്പോൾ വീട്ടുകാർ പലരും സ്വന്തം വീടുകളിലേക്ക് വരികയാണ്, വീടിന്റെ അവസ്ഥ കാണുകയാണ്. ഈ പൂർണ്ണമായും തകർന്ന വീടുകൾ ഉൾപ്പെടെ അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പലരും എടുത്ത് മാറ്റുകയാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ ചൂരൽമലയിലുള്ള ആസിഫ് എന്ന് പറയുന്ന ഒരു വീട്ടു സാധനങ്ങളൊക്കെ, വീട്ടിൽ നിന്ന് വാഷിംഗ് മെഷീനും ഇൻവെർട്ടറും ഒക്കെ എടുത്ത് വൃത്തിയാക്കി കൊണ്ടുപോവുകയാണ്. വീട്ടിനകത്തൊക്കെ മണ്ണ് കയറി ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവർ വൃത്തിയാക്കി എടുക്കുകയാണ്. എന്താണ് വീടിന്റെ അവസ്ഥ? എന്താണ് അപകടം നടക്കുമ്പോൾ നിങ്ങളോട് ഉണ്ടായിരുന്നോ? അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം 7 മണിയാകുമ്പോൾ ഞാനൊന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ഫാദറിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് ആയിട്ട് ഇറങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരെ ഫാമിലിനെ നിർത്തിയായിരുന്നു. മഴ കണ്ടപ്പോൾ ഇങ്ങോട്ട് വരാതെ നിർത്തിയായിരുന്നു. ഞാനും ഭാര്യയും 3 മക്കളും ഉമ്മയും, അങ്ങനെ 5 പേര് ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അന്ന് രാത്രിയാണ് സംഭവം നടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ വന്നിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 9 അടി ഹൈറ്റിന് ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബെർത്തിൻ്റെ മേലെ കുറച്ച് സാധനങ്ങൾ, ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വന്നിട്ട് കളക്ട് ചെയ്ത് പോയി. പിന്നെന്നാണ് വരുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളും അതുപോലെ ഈ വാഷിംഗ് മെഷീനൊക്കെ കണ്ടു. അപ്പോൾ അതൊന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോവാണ്. മെഷീനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? ഒരുപാട് പഴക്കമുള്ളതാണോ, പുതിയതാണോ? ഇല്ല, അത് ജസ്റ്റ് ഒരു 4-5 മാസം ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അവരെ അന്വേഷിച്ചപ്പോൾ അത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. എടുക്കാൻ പറ്റുന്ന സാധനം മാത്രം എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ല. എന്തൊക്കെയാണ് ഇപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടിയോ? ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വീട്ടിൽ? ഇല്ല, എനിക്ക് കുറച്ച് പാത്രങ്ങളും പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാതെ വെക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, നമ്മുടെ ബെർത്തിൻ്റെ മേലെ വെച്ച കുറച്ച് സാധനങ്ങൾ കിട്ടി. ഫർണിച്ചറും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓൾറെഡി ഞങ്ങളൊരു ക്വാർട്ടേഴ്സിലേക്ക് റെൻറ്റിന് മാറിയിട്ടുണ്ട്. അങ്ങോട്ട് ഞങ്ങൾ ഓൾറെഡി വാങ്ങി ഒക്കെ സെറ്റ് ചെയ്തു. വീടിൻ്റെ അവസ്ഥ എന്താ? വീട് പിന്നെ എല്ലാം നശിച്ച രീതിയിലാണ്. 2 പൊട്ട് വന്നിട്ടുണ്ട്. മരം വന്നടിച്ചിട്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയും ബാക്കിൽ കൂടിയും 2 സൈഡിൽ കൂടിയും വെള്ളം, ചളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഞാനിപ്പോൾ കാണിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ നിന്ന് മാറിയെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും അപകടത്തിൽപ്പെട്ടാണ്. കാരണം നമുക്ക് അവിടുന്ന് എസ്കേപ്പ് ആവാൻ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയും വന്നു, ബാക്കിൽ കൂടിയും വന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അയൽവാസികൾ തന്നെ ഈ ഏരിയയിലുള്ള ഒരു 12 പേരോളം മരിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് തലേ ദിവസം കണ്ട ആളും രാത്രി 9:30 മെസ്സേജ് ചെയ്ത ആളും ഫോൺ ചെയ്ത ആൾക്കാർക്ക് പിറ്റേ ദിവസം രാവിലെ മരിച്ചു എന്നാണ് അറിയുന്നത്. രക്ഷപ്പെട്ടാണ്. അതെ. ഞാൻ ആരതോ ഒരു ഭാഗ്യം കൊണ്ട് ഫാമിലി ഞാനും എല്ലാവരും രക്ഷപ്പെട്ടതാണ്. കാരണം ഉപ്പയും ഉമ്മയൊക്കെ അസുഖക്കാരായതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത ഇല്ലായിരുന്നു. ഇത്തരത്തിലാണ് തലനാരിഴയ്ക്ക് ആശുപത്രി ആവശ്യം വന്നതുകൊണ്ട് വീട്ടുകാർ മുഴുവൻ ഉടന്ന് മാറുന്നു. കുട്ടികൾ ഉൾപ്പെടെ, പ്രായമായവർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വീടാണ്. അപ്പോൾ ഏതായാലും വീട് തകർന്നു എന്ന് പറയുന്നു, നശിച്ചു. വീട്ടിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇത്തരത്തിൽ പലരും എടുത്ത് പുനരുപയോഗിക്കാൻ പറ്റുന്ന, വലിയ തരക്കേടില്ലാത്ത, തകരാറൊന്നും സംഭവിക്കാത്ത ഉപകരണങ്ങളാണ് അവരെടുത്ത് മാറ്റുന്നത്. അപ്പോൾ ആസിഫൊക്കെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള ഇൻവെർട്ടറും സാധനങ്ങളും ബാറ്ററിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ പലരും അങ്ങനെ മാറ്റുന്നുണ്ട്. അത്തരത്തിൽ പലതരത്തിലാണ് കാഴ്ചകൾ. അത് ദുരന്തത്തിന് പിന്നാലെയുള്ള ഇത്തരം ചില കാഴ്ചകൾക്ക് കൂടി ദുരന്തഭൂമിയിൽ നിന്ന് വേദിയാവുകയാണ്. ചൂരൽമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ.